നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കുറച്ച് ആളുകൾ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആമുഖത്തിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുക. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 11:15 ഞാൻ ലൈവിൽ വരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ദൈർഘ്യം കൂടുതലാണെന്നുള്ള ഒരു പരാതി പൊതുവേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കമന്റുകൾ ഇടുക. അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ കഴിയും. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. ആ വിഷയം ഈ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് ഇപ്പോൾ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വന്നത്. ഇനി ഞാൻ തുടങ്ങാം. അതിന് ഒരു ആമുഖം എന്നുള്ള നിലയിൽ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ആമുഖം കൂടി പറഞ്ഞിട്ട് നമുക്ക് അപ്പോഴേക്കും ആളുകൾ വരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ കുട്ടികൾ മകൻ അമ്മയെ കൊല്ലുന്നു, മദ്യപിച്ച് ബഹളമുണ്ടാക്കി അമ്മയെ കൊന്ന് മകൻ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ അവസാനമായിട്ട് ഇന്നലെ വന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു. ഒരു അധ്യാപകനെ നീ പുറത്തേക്ക് ഇറങ്ങി വാ, നിനക്ക് അവിടെ വെച്ച് നിന്നെ ഞാൻ തട്ടിക്കളയുമെന്ന് പറയുന്ന ഒരു ശിഷ്യന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്. സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കേരളത്തിലും കൂടി ആയതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ലഹരി മരുന്നുകൾ തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ലഹരി മേടിക്കുവാനുള്ള പണം കിട്ടുന്നത് എന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് സാധാരണഗതിയിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ വീട്ടില് ദാരിദ്ര്യമായിരിക്കാം. അവർക്ക് വണ്ടിക്കൂലി കഴിച്ചിട്ട് ഒരു തുക കിട്ടാനുള്ള സാധ്യതയും ഒന്നുമില്ല. അപ്പൊ എവിടെ നിന്നാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ലഹരി മേടിക്കുവാനുള്ള പണം ലഭിക്കുന്നത്? അതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഞാൻ പുറത്തുവിടുന്നത്. ഇതൊരു ഗുരുതരമായ വീഡിയോ ആണ്. ഇത് തളിപ്പറമ്പിൽ നടന്ന ഒരു സംഭവം. ആ സംഭവം നിങ്ങൾ കൂടി അറിയണം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഹായ് ഷബീർ പന്നിയൂർ, നമസ്കാരം. എല്ലാവർക്കും ഇത് അറിയട്ടെ. ഇത് ഷെയർ ചെയ്യുക, കാണുക. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ വൈകുന്നേരം ഞാൻ പോലീസ് ഹെഡ് പോസ്റ്റിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, നെല്ലിപ്പാറയുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. എന്നോട് പറഞ്ഞു, ശ്രീനു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ തണലിലേക്ക് മാറി നിന്നിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ മുകളിൽ നിന്നും ഒരു ആൺകുട്ടി, ആ തളിപ്പറമ്പിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ യൂണിഫോം ഇട്ട കുട്ടി ഇദ്ദേഹത്തോട് ഒരു 10 രൂപ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് അവൻ പോയി. അദ്ദേഹത്തിന് തൊട്ട് താഴെ നിന്ന ആളിൽ നിന്നും ഇവൻ 10 രൂപ വാങ്ങി. അപ്പോൾ ഇയാൾക്കൊരു സംശയം തോന്നി. അതിനുശേഷം ഇയാൾ ഈ കുട്ടിയെ പിന്തുടർന്ന് ഇയാൾ പിറകെ തന്നെ നടന്നു. പോലീസ് ഹെഡ് പോസ്റ്റിന്റെ അടുത്തെത്തിയപ്പോൾ, അതായത് താലൂക്ക് ഓഫീസിന്റെ അടുത്തെത്തിയപ്പോൾ ഒരാളെ കണ്ടു. ഇവൻ 10 രൂപ ചോദിച്ചു. എനിക്ക് വണ്ടിക്കൂലിക്കാണെന്ന് പറഞ്ഞിട്ടാണ് 10 രൂപ ചോദിക്കുന്നത്. അപ്പൊ മേളിൽ നിന്ന് 10 രൂപ മേടിച്ചിട്ടുണ്ട്, ഇവിടുന്ന് 10 രൂപ മേടിച്ചു. അപ്പൊ 20 രൂപ മേടിച്ചു. വീണ്ടും അവൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോയി ആ കോഫി ഹൗസിലെ അടുത്തേക്ക് എത്തുന്ന ആ ജംഗ്ഷനിൽ വെച്ചിട്ട് അവിടുന്ന് ഒരാളോട് ഇവൻ പണം വാങ്ങുന്നത് കണ്ടു. അപ്പൊ ഇയാൾ പെട്ടെന്ന് ഇവനെ പിടിച്ചിട്ട് പറഞ്ഞു, എന്താ മോനെ, എന്തിനാണ് നീ ഇങ്ങനെ എല്ലായിടത്തും പണം വാങ്ങുന്നത്? അത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ ആ കൈ പിടിപ്പിച്ചിട്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹം എന്നോട് ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്കും ഇതിനു മുമ്പ് ഒരു അനുഭവം ഉണ്ടായതായി എനിക്ക് മനസ്സിലേക്ക് വന്നു. കാരണം ഞാൻ മുത്തേടത്ത് സ്കൂളിന്റെ ആ ഭാഗത്തുകൂടി ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ആ റോഡ് ക്രോസ് ചെയ്തിട്ട് വന്നിട്ട് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിക്കുകയാണ്. ഒരു 3 പേരുണ്ട് ഗ്യാങ് ആയിട്ട്. ആ 3 പേര് എന്നോട് ചോദിക്കുന്നു, ചേട്ടാ ഒരു ഭക്ഷണം മേടിക്കാൻ വേണ്ടി ഒരു 10 രൂപ തരാമോ എന്ന്. ഞാൻ പെട്ടെന്ന് 10 രൂപ കൊടുത്തു. അപ്പൊ ഞാൻ പറയും, 3 പേരും കൂടി മേടിക്കില്ലേ? മതി, അത് മതി എന്ന് പറഞ്ഞിട്ട് ഇവർ 10 രൂപ മേടിച്ചിട്ട് അവർ പോവുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും സംസാരിച്ചു, അവിടുത്തെ ബാക്കിയുള്ള ഈ ബസ് ജീവനക്കാരുമായി സംസാരിച്ചു, അവിടുത്തെ കച്ചവടക്കാരുമായി സംസാരിച്ചു. ഇവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഇവർ കണ്ടത്. അതായത് ഒരു കുട്ടി 10 രൂപ വണ്ടിക്കൂലിയാണെങ്കിൽ വിശക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് 10 രൂപയെ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ 10 രൂപ ചോദിക്കുമ്പോൾ അത് വലിയ കാര്യമില്ല, അതുകൊണ്ട് 10 രൂപ കൊടുക്കും. പക്ഷെ ഇതൊരു ഗ്യാങ് ആണെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. കുറെ കുട്ടികൾ ചേർന്ന് ഒരാൾ അതുവഴിക്ക് പോവും, മറ്റേ ഈ വഴിക്ക് പോവും, വേറൊരുത്തിന് അപ്പുറത്തെ വഴിക്ക് പോവും. അങ്ങനെ പല ഇടങ്ങളിൽ കൂടി സഞ്ചരിച്ച് ഇവർ പലരിൽ നിന്നും 10 രൂപ വെച്ച് കളക്ട് ചെയ്യുന്നു. ആ പണം ഉപയോഗിച്ച് ഇവർ ഭക്ഷണം കഴിക്കുകയല്ല ചെയ്യുന്നത്, ഇവര് വാഹനത്തിൽ പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ പണം ഇവർ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ പോലീസ് തയ്യാറാകണം. എനിക്കതാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ മേടിക്കാനാണ് ഈ പണം ഇവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റു പറയാനില്ല.
കാരണം ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ അധപ്പതിക്കുകയാണ്. അത് തുറന്നു പറഞ്ഞുകൂടാ. തുറന്നു പറഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറുന്ന അവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഇന്നലെ അധ്യാപകന് മുമ്പിൽ ഇരുന്നിട്ട് ഒരു ഗുരുവിന്റെ മുന്നിൽ വിട്ട് ഒരു ശിഷ്യൻ കാണിക്കുന്നത് നിനക്ക് ഞാൻ പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവൻ സ്വബോധത്തോടു കൂടി പറയുന്നതല്ല. അവൻ ഈ കുട്ടി അത് ഉപയോഗിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഈ ലഹരി മരുന്നുകൾക്ക് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആലക്കോട് ടൗണിൽ ഒരാൾക്ക് ഒരു ചെറുക്കൻ എന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സീനേട്ടാ എന്നോട് എനിക്കൊന്നും പറയാനില്ല, പിന്നെ എന്റെ പേരൊന്നും പറയരുത്, ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും അതായത് വിദ്യാർത്ഥികൾ ഈ മയക്കുമരുന്നിന് അടിമകളാണ്. അവർക്കത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു. ആലക്കോട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷം ആളുകളും എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നല്ല. ഇനി നാളെ നിങ്ങൾ എനിക്കെതിരെ തിരിയേണ്ടതായിട്ടില്ല. പല ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഒരു 10-15 വർഷത്തിൽ കൂടുതൽ ഇവരാരും ജീവിച്ചിരിക്കില്ല ഇത്തരത്തിൽ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാണെന്നുള്ളത് നമ്മുടെ വൈദ്യശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിയാമായിരുന്നിട്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ഇത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും അവര് പിന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അബ്ദുള്ളക്കുട്ടി പറയുന്നത് പോലെ RT ഓഫീസിന്റെ മുന്നിൽ നിന്നും എന്നോട് വാങ്ങി ഒരു പയ്യൻ അവനെ അവിടെ തന്നെ പിന്നെയും കണ്ടു എന്ന് പറയുന്നു. അതെ, ഭിക്ഷാടന മാഫിയെ പോലെ ഈ വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോം ഇട്ട് 10 രൂപയും 5 രൂപയും 3 രൂപയും 20 രൂപയും ഒക്കെ ഭിക്ഷാടനം നടത്തി അത് സ്വരൂപിച്ച് മയക്കുമരുന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പോ അത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഈ കുട്ടികളുടെ ഒന്നും ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ തളിപ്പറമ്പിൽ പോയി നിന്ന് കഴിഞ്ഞ വൈകുന്നേരം പോയി നോക്കൂ, അവിടുന്ന് കാണാം. വെറുതെ ഒന്ന് നിന്നിട്ട് കൈ കെട്ടി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഇവരുടെ ചില കോപ്രായത്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം കുട്ടികളെ നിലക്ക് നിർത്തണം. എല്ലാ കുട്ടികളെയും അടച്ചാക്ഷേപിക്കുന്നു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ആ കുട്ടികൾ നമുക്ക് നഷ്ടമാകും. ആ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് അപേക്ഷയാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു കുട്ടിയും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ ഒരുക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാട് കയറുന്നില്ല. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. എല്ലാവരും ഷെയർ ചെയ്യണം. എന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷിതാക്കളെങ്കിലും കാണട്ടെ, രക്ഷിതാക്കൾ കണ്ട് മനസ്സിലാക്കട്ടെ. ആ കുട്ടികൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കില്ല എന്ന് അവർ പ്രതിജ്ഞ ചെയ്യട്ടെ. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.